പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എന്നോടൊപ്പം ഉള്ളത് അതില്. ഇന്ന് ജൂൺ 25 അപ്പൊ ഇന്നത്തെ പത്രത്തിനകത്തൊക്കെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കൊടുത്തേക്കുന്നത് മദ്യത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. മദ്യത്തിൽ ചുവടുമാറ്റം UDF തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി. ഇപ്പം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടി നിൽക്കുന്ന ഒരു വിഷയമാണത്. അപ്പം UDFന്റെ മദ്യനയം അനുവദിച്ചാൽ മാത്രമേ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുകയുള്ളൂ എന്നും അതുവരെ വിൽപ്പന ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പിന്നോക്കം പോയത്. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ അടങ്ങിയ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിരക്ക് നിശ്ചയിച്ച ബഡ്ജറ്റ് നിർദ്ദേശം UDFിനകത്തും വിവാദമായ സാഹചര്യത്തിലാണ് നിലപാട് മാറ്റം. അപ്പൊ ബഡ്ജറ്റ് ചർച്ചകൾക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പൊ UDFിനകത്തും അതിനെതിരെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീര്യം കുറഞ്ഞ മദ്യം വരുമ്പോൾ ശീതളപാനീയങ്ങൾ പോലെ തന്നെ എല്ലായിടത്തും സുലഭമായിട്ട് ലഭ്യമായാൽ അതെല്ലാവരും അത് കൂടുതൽ അട്രാക്ട് ചെയ്യും, അതിനകത്ത് അഡിക്ഷൻ വരികയും ചെയ്യും. അപ്പം അതിനകത്ത് UDFിനകത്ത് തന്നെ അതിനെതിരെ ഒരു അതിനോട് പറഞ്ഞിരുന്നു. അപ്പം UDFും കൂടെ അത് അംഗീകരിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കൂ എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കുന്നത്. അത് എന്തായാലും ഇതിപ്പോ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് LDF സർക്കാരിന്റെ കാലത്താണ് ഇത് ഈ ഒരു നയം കൊണ്ടുവന്നത്. UDF സർക്കാർ അതിനകത്ത് ഒരു നികുതി ഘടന മാത്രമേ അവർ തീരുമാനിച്ചിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അവർ നടപ്പിലാക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ബഡ്ജറ്റിൽ എന്തൊക്കെയോ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടുമാണ് ഈ ഒരു ഫയൽ ഇത്രയും വേഗത്തിൽ ഇത് നടപ്പിലാക്കിയതെന്നും അവര് പറയുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയനാണെങ്കിലും പറഞ്ഞത് അത് കർണാടകയിലെ മദ്യ കമ്പനികളെ സഹായിക്കാനാണെന്ന് പറയണം. അപ്പൊ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലാഭക്കച്ചവടം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ കരിമണൽ സ്വകാര്യവൽക്കരണം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ലെന്നും ഒരു വിമർശനമുണ്ട്. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ലെന്ന് VD സതീശൻ. ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുമെന്നും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബഡ്ജറ്റിലുള്ളത്. അപ്പം കരിമണൽ സ്വകാര്യവൽക്കരണമാണെന്നും ബഡ്ജറ്റിൽ പറയാം. അപ്പം ഇത്തരത്തിലുള്ള കുറെ വിമർശനങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നിരവധി വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ശാരീരിക പരിമിതിയുടെ ശതമാനം നോക്കി ആവരുത് നഷ്ടപരിഹാരം എന്നുള്ള ഒരു വാദം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ വാഹനാപകടങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സംഭവത്തിൽ ശാരീരിക പരിമിതി, അതായത് വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ ശാരീരിക പരിമിതിയുടെ ശതമാനം മാത്രം നോക്കരുതെന്നും അത് അവരുടെ ജീവനോപാധിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കൂടി പരിഗണിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒരു കൽപ്പണിക്കാരന് മുട്ടിന് മുകളിൽ വെച്ച് വലതുകാൽ നഷ്ടപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ഇത്തരം സാഹചര്യങ്ങളിൽ തൊഴിൽപരമായ പരിമിതി 100% തന്നെ കണക്കാക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 70% ശാരീരിക പരിമിതിക്കായി കണക്കാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി തിരുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു കൽപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈയും കാലും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പം പക്ഷെ അത് ഒരു അപകടത്തിൽ അയാൾക്കത് നഷ്ടമായി പോയി കഴിഞ്ഞാൽ അത് പക്ഷേ ചെറിയൊരു ശാരീരിക പരിമിതിയിൽ ഒരു ചെറിയൊരു ശതമാനം, അതായത് കൈ മാത്രമല്ലേ പോയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നഷ്ടപരിഹാര തുകയിൽ കുറവ് വരും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാവി ജീവനോപാധിയെ തന്നെ ആശ്രയിക്കുന്ന ആ ഒരു തൊഴിലിനെയാണ് അവരുടെ കുടുംബം മുഴുവനും. ചിലപ്പോൾ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പം തീർച്ചയായിട്ടും അത് 100% അംഗപരിമിതിയായി തന്നെ കണ്ട് അത്രയും വലിയ നഷ്ടപരിഹാരം തന്നെ അയാൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്, വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഇത് സത്യത്തിൽ ഇത് പാവപ്പെട്ട ആൾക്കാർക്കാണ് ഇത് ഗുണകരമായിട്ട് ബാധിക്കാൻ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന കുടുംബം നോക്കാൻ അവർക്ക് ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ എല്ലാ വാർത്തകളും നിറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ദൈവനാമത്തിലെ സത്യപ്രതിജ്ഞ ചെയ്തത് BJP നേതാക്കൾക്ക്. അതായത് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ മാറ്റി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കോടതി വിധിച്ചതിന് പിറകെ തലസ്ഥാന നഗരസഭയിൽ വീണ്ടും സത്യപ്രതിജ്ഞ. ഇഷ്ടദേവി ദേവന്മാരുടെയും ബലിദാനികളുടെയും പേരിൽ ചെയ്ത സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കി മണിക്കൂറുകൾക്കകം തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് യോഗ്യത നേടി. 20 പേരാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കം 19 പേർ ഇന്നലെ വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷിന്റെ മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ.
അപ്പം എന്തായാലും അത് കാരണം നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭരണഘടന അടിസ്ഥാനമാക്കി നിൽക്കുന്ന ഒരു രാജ്യമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ അതായത് ദൈവത്തിന്റെ നാമം എന്നാണ്, അതായത് എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ട ദൈവങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ ദൈവനാമത്തിൽ നിന്നാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പറയുന്നത്. അത് കോടതി പക്ഷെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് വ്യക്തിപരമായ ദൈവങ്ങളെ ആരാധിക്കുന്നത് ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മളൊരു പദവിയിലോട്ട് എത്തുമ്പോൾ, അതായത് ഇവര് തന്നെയാണ് നമ്മുടെ ഇന്ത്യ, അതായത് കേരളമാണെങ്കിലും നയിക്കുന്നത്, ഭരണഘടനയുടെ ഭാഗമാണ് ഇവരും. അവര് തന്നെ ഇത്തരത്തിലുള്ള നിയമം ലംഘിച്ചാൽ അത് ശരിയാകില്ലെന്നുള്ളൊരു ഇതിലാണ് കോടതിയും പറഞ്ഞത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ ഇഷ്ട ദൈവങ്ങള് അതൊന്നും നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല ശരിക്കും പറഞ്ഞാൽ. ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദൈവങ്ങളും, അതും മതപരമല്ലാതെ എല്ലാ ദൈവങ്ങളുടെ പേരിലുമാണ് അങ്ങനെ പറയുന്നത്. ശരിയായ നടപടി എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ട് ഇഷ്ട ദൈവങ്ങളോ അങ്ങനെ കാണും. പക്ഷെ ഇവര് ഭരിക്കുന്നതും ഇവര് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും എല്ലാതരം മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊരു ഭരണഘടനയിൽ ഒരു സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊണ്ട് വേണം പറയാൻ. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ദൈവനാമത്തിൽ എന്ന് പറയുന്നത്. അപ്പം അത് മാറ്റി മറിച്ചിട്ട് സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു ഒരിക്കലും ശരിയില്ല. അപ്പൊ കോടതിയുടെ ആ നിരീക്ഷണം എന്താണെങ്കിലും ശരിയായിരുന്നു. അപ്പൊ അവര് ഇന്നലെ തന്നെ വൈകിട്ടോടെ തന്നെ എല്ലാവരും 20 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും ആ ഒരു പദവി നേടിയിരിക്കുകയാണ്. അതെ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഭക്ഷ്യവിഷബാധ ഷാപ്പുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. പൂട്ട് വീണു എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കള്ളുഷാപ്പിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റത് 15 പേർക്കാണ്. അതായത് പരിപ്പ് 900 ചിറ കള്ളുഷാപ്പിലെ തലക്കറിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റ് ഇതുവരെ 15 പേര് ആശുപത്രിയിലായിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ തലക്കറി കഴിച്ചവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുമെന്ന വിവരം പുറത്തു വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈസൻസും ഈ ഷാപ്പിന്റെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തലക്കറിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായ പരിപ്പ് 900 ചിറ കള്ളുഷാപ്പിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ വൃത്തിഹീനമായ പരിസരത്ത് പ്രവർത്തിച്ചു എന്ന് ഭക്ഷ്യ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴും ഈ ഷാപ്പുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ആൾക്കാർ അല്ലേ ഒരു എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴോ ഒക്കെ ഇങ്ങനെ ഈ ഷാപ്പുകളും ഒക്കെ സന്ദർശിച്ച് സാധാരണ ഇങ്ങനെ ഭക്ഷണം കഴിക്കാറുണ്ട്. സാധാരണ ഈ ഷാപ്പുകളൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണ്ടിരുന്നത്. മറ്റുള്ള ഇപ്പം സിറ്റിയിലെ ഒരു ഹോട്ടൽ പോലെ അത്ര മായമോ അല്ലെങ്കിൽ അതെ ഫ്രഷ് ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ കരിമീൻ അതുപോലെയുള്ള നല്ല നല്ല ഫ്രഷ് ഭക്ഷണം കിട്ടുന്ന സ്ഥലം ആണ് ഷാപ്പുകൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രതിച്ഛായയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിലയാണ് അവർ ഈടാക്കുന്നത്. അപ്പം അത് തലക്കറിയിലാണ് പ്രശ്നം. കാരണം തലയെന്ന് പറഞ്ഞ മറ്റുള്ളവ പോലെ അല്ല, നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് തലയിലകത്ത് ആ മനുഷ്യന് യോജിക്കാത്ത തരത്തിലുള്ള ഓരോ ബാക്ടീരിയകളും കാര്യങ്ങളും ഉണ്ട്. അത് പക്ഷെ അവര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷം എന്ന് പറയുന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് വേണം പറയാൻ. അതുപോലെ 9 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് അതായത് ഐമനത്ത് ഷാപ്പിൽ നിന്ന് തലക്കറി കഴിച്ചതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ വ്യാപക പരിശോധനയിൽ 9 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. അപ്പൊ ഇന്നലെ രാവിലെ നഗരസഭ പ്രദേശങ്ങൾ നാട്ടകം കുമാരനെല്ലൂർ വരെയുള്ള ബാർ ഹോട്ടലുകൾ ഉൾപ്പെടെ 22 ഹോട്ടലുകളിലായിട്ടായിരുന്നു പരിശോധന നടന്നത്. ദിവസങ്ങൾ പഴക്കമുള്ള ചോറ്, ന്യൂഡിൽസ്, വേവിച്ച ബീഫ്, പുളിശ്ശേരി, ചിക്കൻ കറി, മീൻ കറി, കുഴിമന്തി, അച്ചാർ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. ഗന്ധവും നിറവും മാറിയ നിലയിലായിരുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം എത്രത്തോളം നമ്മൾ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ കോട്ടയത്ത് മാത്രമാണ്, ഇപ്പൊ കോട്ടയത്ത് ഈ സംഭവം നടന്നുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പരിശോധനകൾ നടക്കുന്നത്. അപ്പം കുഴിമന്തി അടക്കം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അതടക്കം പഴകിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയത്തില്ല, ഇപ്പൊ ഭക്ഷ്യവിഷബാധയായിട്ട് മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുള്ളൂ. അതുപോലെ എല്ലാ ആഴ്ചയിലും പരിശോധനയെന്നും ഒരു വാർത്തയുണ്ട്. എല്ലാ ആഴ്ചയും ഹോട്ടലുകൾ, വഴിയോര ഭക്ഷണശാലകൾ, രാത്രികാല തട്ടുകടകൾ എന്നിവിടങ്ങളിൽ പരിശോധന തുടരും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. അപ്പോൾ അതെന്താണേലും നല്ലൊരു കാര്യം. കാരണം ഇങ്ങനെ പരിശോധന നടത്തിയാലേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഇവര് നല്ല രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ. അതുപോലെ തന്നെ
ഈ കുറ്റം കണ്ടുപിടിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പിഴ അടച്ചിട്ട് വീണ്ടും തുറക്കുന്ന ആ ഒരു നടപടി മാറ്റണം. കാരണം കർശനമായിട്ടും അവര് വൃത്തിയുള്ളതും അതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണമാണ് ജനങ്ങൾക്ക് വിളമ്പുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാവുള്ളതാണ്. അതാണ് ശരിയായിട്ടുള്ള നടപടി. കാരണം ഇത്തരത്തിൽ 9 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണേലും അത് ശരിക്കും ഹോട്ടലുകാരെ സംബന്ധിച്ച് അവരിപ്പം നമുക്കറിയാം ഇത് ഇന്ധനത്തെ എല്ലാം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ വില കൂടുതലാണ്, അതുപോലെ തന്നെ ഗ്യാസിന്റെ വില കൂടുതലാണ്, എല്ലാം അതെ. പക്ഷെ എങ്കിൽ പോലും ഒരിക്കലും അത് പൂട്ടിപ്പോയാൽ പോലും മോശം ഭക്ഷണം ജനങ്ങൾക്ക് നൽകരുതെന്നാണ്. കാരണം അത് കഴിച്ചിട്ട് ഇപ്പം ജ്യോതിഷിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അറിയാം, അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പൊ ആ കുടുംബം വഴിയാധാരമായി. എത്ര പൈസ കൊടുത്തെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ആ ഒരു വ്യക്തി നഷ്ടപ്പെടുന്ന ആ കുടുംബത്തിന് മാത്രമാണ്. അതെ, നിങ്ങളൊരു ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ഒരാളുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്ന, അല്ലെങ്കിൽ ഈ ഭക്ഷണം ആരോഗ്യ മേഖല, ഭക്ഷണ മേഖല എന്നൊക്കെ പറയുന്നത് അല്ലെ ആൾക്കാരുടെ ജീവൻ വെച്ച് കളിക്കുകയാണ്. നിങ്ങൾ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആൾക്കാരുടെ ജീവൻ ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അതിൽ പരം അല്ലെ ഒരു തെറ്റ് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ തോന്നുന്നത്? കാരണം അത് അവര് തന്നെ ഒന്ന് കഴിക്കും. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും വേറൊരു ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം. നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ കുടുംബത്തിന് തരുന്ന പോലെ തന്നെയാണ് ഈ ഹോട്ടൽ ഉടമകൾ മറ്റു ജനങ്ങൾക്ക് കൊടുക്കണം എന്നൊരു ബോധം അവർക്ക് ഉണ്ടാകണം. അതെ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ കൊട്ടാരക്കര വെച്ച് നടന്ന ടിപ്പർ അപകടം നമ്മൾ കണ്ടിരുന്നു. അത് അല്ലെ വളരെ വലിയൊരു അപകടമായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നുള്ള വാർത്തയാണ് ആ ടിപ്പർ പിഴ അടച്ചത് 36 തവണ എന്നുള്ള വാർത്തയാണ്. അതായത് പല തവണയും പിഴ ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു. അതായത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് 3 പേരുടെ മരണത്തിനിടയാക്കി ടിപ്പറിന് ഇതുവരെ നിയമലംഘനത്തിന് 36 തവണ പിഴ കിട്ടിയിട്ടുണ്ട്. കൂടുതലും 280 രൂപയാണെങ്കിലും ഏറ്റവും അവസാനം 2026 ഫെബ്രുവരി 3-ന് 15,500 രൂപയാണ് പിഴ അടച്ചത്. ഫിറ്റ്നസും ടാക്സ് ഇൻഷുറൻസും ഒന്നും ഇല്ലാത്തതിനും മോട്ടോർ വാഹന വകുപ്പാണ് ഈ പിഴ ഈടാക്കിയത് എന്നുള്ളതാണ് വരുന്ന വാർത്ത. അപ്പം 36 തവണ ഫൈൻ കിട്ടിയ ഒരു ടിപ്പറാണ്. ആ ടിപ്പറാണ് ഇപ്പോൾ അവസാനം അന്ത്യത്തിൽ അപകടത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ 36 തവണയൊക്കെ ഫൈൻ കിട്ടിയ ഒരു ടിപ്പറിനെ വീണ്ടും നിരത്തിലിറക്കാൻ അനുവദിക്കുക എന്നുള്ളത്, ഇങ്ങനെ പിഴ വരുത്തോറും ഇവർക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. കാരണം അത് മാറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ അധികൃതരാണെങ്കിലും അത് ഈ പിഴ അടച്ചങ്ങ് വിടുന്നു. അവരത് പൈസ കൊടുക്കുന്നു, പിന്നെയും അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അല്ല, ഈ മോട്ടോർ വാഹന വകുപ്പിന് അറിയാൻ പറ്റും എത്ര തവണ ഈ പിഴ ഈടാക്കിയിട്ടുണ്ടെന്നൊക്കെ. അപ്പം 36 തവണ പിഴ കിട്ടിയ ഒരു ടിപ്പറിനെ വീണ്ടും നിരത്തിലിറക്കാന്ന് തന്നെ അനാസ്ഥ തന്നെയാണ്. അതെ. അതുപോലെ തന്നെ ടിപ്പർ ലോറികളിൽ പരിശോധന നടത്തിയപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ സംസ്ഥാന അല്ലെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്നും 827 നിയമലംഘനങ്ങളാണ് ഈ ടിപ്പർ ലോറിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ടിപ്പർ ലോറി മാത്രമല്ല, എല്ലാ വാഹനങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വാഹന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയാൽ ഇതിൽ കൂടുതൽ നിയമലംഘനങ്ങൾ ഉറപ്പായിട്ട് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ടിപ്പറൊക്കെ നമുക്കറിയാം, നമ്മുടെ ഒരു പൊതു ബോധം എന്ന് പറയുന്നത് ടിപ്പറിനൊക്കെ എന്ത് കേടുവരാനാ അല്ലെ, ടിപ്പറൊക്കെ വളരെ സ്ട്രോങ് ആണല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിൻ്റെയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും എടുത്താൽ മാത്രമേ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ സാധിക്കൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, മെഡിക്കൽ കോളേജിൽ അനാഥ രോഗികളേറുന്നു, ഉറ്റവരെ ഇതുവഴി വരില്ലേ, സാന്ത്വന സ്പർശമേകാൻ. അതായത് മെഡിക്കൽ കോളേജിൽ ഇപ്പൊ നമുക്കറിയാം പ്രായമായവരൊക്കെ ഒരുപാട് അതായത് അവരെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ പണ്ടോട്ടെ കേരളത്തിലുണ്ടത്. മക്കളും ബന്ധുക്കളും എല്ലാം ഉണ്ടായിട്ടും ആരുമില്ലാതെ അനാഥരെ പോലെ വിധിയെ പഴിച്ച് മെഡിക്കൽ കോളേജിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഉള്ളു കഴിയുകയാണിവർ. രോഗത്തിന്റെ അവശതകളെക്കാൾ ഇവരെ അലട്ടുന്നത് നിഷ്കുരണം വലിച്ചെറിയപ്പെട്ടതിന്റെ വേദനയാണ്. കണ്ണടയുന്നതിന് മുൻപെങ്കിലും ഉറ്റവരുടെ മുഖം ഒരു നോക്ക് കാണാനാകുമോ? പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ 30 പേരാണ് ഈ ഇങ്ങനെ, അതായത് ബന്ധുക്കളും മക്കളും എല്ലാം അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പം മെഡിക്കൽ കോളേജിന്റെ അവിടെ എത്തി നിൽക്കുന്നത്. ചുറ്റിനും സ്നേഹപരിചരണവുമായി മാലാഖമാരുണ്ടെങ്കിലും രക്തബന്ധത്തിന് പകരമാകുമോ? രോഗികൾ സുഖം പ്രാപിച്ച് ഡിസ്ചാർജിന് തയ്യാറാകുമ്പോഴും ബന്ധുക്കളെ ബന്ധപ്പെട്ടാൽ അതിനൊരു യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാറില്ല. തുടർന്ന് രോഗികളെ റെഫർ ചെയ്ത് ആശുപത്രിയിലേക്ക് മടക്കി അയക്കും. അപ്പം അതായത് ഇവർ രോഗത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ വന്നതാണ്. പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അവരെ ബന്ധപ്പെടാൻ തയ്യാറല്ല. പിന്നീട് വീണ്ടും അവരെ ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും തിരികെ എത്തിക്കുകയാണ്.
അപ്പം അറിയിച്ചാലും തിരിഞ്ഞു നോക്കില്ല. എറണാകുളം മെഡിക്കൽ കോളേജ്, ജില്ലാ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നാണ് ബന്ധുക്കളില്ലാത്ത രോഗികൾ കൂടുതലായും അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് കൂടുതലും കോട്ടയത്തോട്ട് ഇവരെ മാറ്റിയത്. അതുപോലെ ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വം ആശുപത്രിയിലെ നോ ബൈസ്റ്റാൻഡേഴ്സ് യൂണിറ്റിനാണ്. രോഗികൾ നൽകുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധുക്കളെ ബന്ധപ്പെട്ടാലും ആരും എത്താറില്ല. ഇതോടെ രോഗികളുടെ ദൈനംദിന കാര്യങ്ങൾ മുതൽ ചികിത്സാ ഏകോപനം വരെ നടത്തണം. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരുടെ ശുശ്രൂഷയ്ക്കായി കുടുംബശ്രീ മുഖേന ആശുപത്രി വികസന സമിതി 6 ജീവനക്കാരെ നിയോഗിച്ചിട്ടുമുണ്ട്. അപ്പം എന്തൊരു വലിയ കഷ്ടമാണ്. കാരണം ഇത്രയും പ്രായമായിട്ടും അവർക്ക് ലാസ്റ്റ് ആയിട്ടൊന്നും അവരെ ബന്ധുക്കളുടെ മക്കളെയൊക്കെ കാണണമെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇത് പണ്ട് തൊട്ടേ കേരളത്തിലുള്ള ഒരു പ്രവണത തന്നെയാണ്. പക്ഷെ ഇപ്പം അത് എറണാകുളത്ത് നിന്നാണ് കൂടുതലും കോട്ടയത്തോട്ടത് മാറ്റുന്നത്. 30 പേരാണ് ഇപ്പം അവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ മക്കളെയുമായിട്ട് കാണാൻ കാത്തിരിക്കുന്നത്. അതെ, അത് ഇതിപ്പോ നമുക്കൊന്നും അല്ലേ, തീർച്ചയായിട്ടും രോഗാവസ്ഥയിൽ തള്ളിവിടുന്നതിനേക്കാൾ അല്ലേ മോശമായിട്ടുള്ള വേറെ. കാരണം അവരെ ഇത്രയും വളർത്തി, ഇപ്പൊ മക്കളാണെങ്കിൽ നമുക്കറിയാം വളർത്തി എല്ലാം അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ടാണ് അവര് വളർത്തുന്നത്. അവരെ തന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് സ്പോർട്സിലോട്ട് കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കേരള കൗമുദി കൊടുത്തേക്കുന്നത്. പക്ഷെ അത് ഇന്നലത്തെ കളിയായിരുന്നു. നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു കേരള കൗമുദിയിൽ വന്നിട്ടില്ലെന്നും. റൊണാൾഡോയുടെ അത് ഇന്നലെ രാത്രി 10:30 നടന്ന കളിയാണ്. അത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം റൊണാൾഡോയുടെ അദ്ദേഹം ഒരു മുണ്ടും ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. 6-ാം തമ്പുരാൻ തലക്കെട്ടോടെ. ആകാശത്തിന് ചുവട്ടിലെ ഏത് മൈതാനവും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സമം. 6-ാം ലോകകപ്പിലെ ആദ്യ അംഗത്തിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായെങ്കിലും ഉസ്ബെക്കിസ്ഥാനെതിരായ 2-ാം മത്സരത്തിൽ നിറഞ്ഞാടി പറങ്കിപ്പട നായകൻ റൊണാൾഡോ തന്റെ ക്ലാസ് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തി. 41-ാം വയസ്സിലും അപാരമായ പ്രതിഭയുടെ മിന്നലാട്ടം തുടരുന്ന റൊണാൾഡോ ഉസ്ബെക്കിസ്ഥാൻ വലയിലേക്ക് അടിച്ചു കയറ്റിയത് 2 വെടിച്ചില് ഗോളുകളാണ്. റൊണാൾഡോയെ കൂടാതെ ന്യൂറോ മെൻഡസും നെമോറ്റോവും റാഫേൽ ലിയോവും ഒരേ തവണ ലക്ഷ്യം കണ്ടതോടെ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 വമ്പൻ ജയവുമായി പോർച്ചുഗൽ വിജയിച്ചു. അപ്പൊ എന്താണെങ്കിലും റൊണാൾഡോ ഒരു മടങ്ങിവരവ് നടത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും വിമർശകർക്കെല്ലാം അദ്ദേഹം പണ്ട് തൊട്ടേ പറയുന്നതാണ്, വിമർശകർക്ക് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് ഗോളുകൾ കൊണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും റൊണാൾഡോ മടങ്ങിയെത്തി. ഇനി അടുത്ത കളിയിലും ഇതുപോലെ തന്നെ പോർച്ചുഗൽ ഒരു കോർഡിനേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് പറയുന്നത് പോർച്ചുഗൽ ഈ രീതിയിൽ കളിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അർജന്റീന പോർച്ചുഗൽ തമ്മിലൊരു ഫൈനൽ മത്സരം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതുപോലെ കളിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണെങ്കിലും മികച്ച രീതിയിലുള്ള പ്രകടനം നടത്താൻ കഴിയും. അപ്പൊ എന്താണെങ്കിലും പോർച്ചുഗലും അതുപോലെ റൊണാൾഡോയും മടങ്ങി വന്നിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ കളിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പോർച്ചുഗീസ് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം ഇതേ ഫോം നിലനിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഫൈനലിൽ വരും. ഫൈനലിസ്റ്റുകളെയും തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കപ്പടിക്കുമെന്നുള്ളതാണ്. അവരുടെ ആദ്യത്തെ കപ്പ് അവർക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും മികച്ച കളിയാണ് അവർ പുറത്തെടുക്കുന്നതുമെന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ കളിയിൽ ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് ഘാന എന്നുള്ളതാണ്. ലോകകപ്പിനെ വീട്ടിലെത്തിക്കാൻ ഒരുങ്ങിയിറങ്ങി ഇംഗ്ലണ്ടിന് ഘാന സമനിലാഘാതം കൊടുത്തിരിക്കുകയാണ്. ഘാനയുടെ മത്സരം ഗോൾ രഹിത സമനില ആയതോടെ നോക്കൌട്ട് ഉറപ്പിക്കാൻ അടുത്ത മത്സരം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഇംഗ്ലണ്ട്. പനാമയ്ക്കെതിരെയുള്ള മത്സരത്തിൽ തോൽവി ഒഴിവാക്കിയാൽ മാത്രമേ ഇംഗ്ലണ്ടിന് നോക്കൌട്ടിൽ കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പം ഘാന നമുക്കറിയാം എല്ലായ്പ്പോഴും നമ്മുടെ വേൾഡ് കപ്പിലുള്ള ഒരു ടീം തന്നെയാണ് ഘാന എന്ന് പറയുന്നത്. കുറേ നാളുകളായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീം കൂടിയാണ്. അപ്പം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ഈ വട്ടം വളരെ മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തിരുന്നത്. പക്ഷേ ഈ വട്ടം എന്തായാലും ഘാന അവരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഫുട്ബോൾ. അതെ അതെ അതെ. ഇപ്പം ഇതില് ബാക്കി അതിന്റെ മാച്ച് സ്റ്റാറ്റസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പന്തവകാശം ഘാനയ്ക്ക് വെറും 21% മാത്രമേ അവർക്ക് പന്ത് കൈവശം വെച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ 79% അവര്, അപ്പം അത്രയും അവര് നല്ല കളി തന്നെയാണ് എടുത്തത്. പക്ഷേ ഒരു അദ്ദേഹം നഷ്ടപ്പെടുത്തിയതിന്റെ ഒരു നിരാശയും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഹാരിക്ക്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് പകച്ചെങ്കിലും പനാമ കടന്ന് ക്രൊയേഷ്യ. അതായത് ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിൽ പൊരുതി കളിച്ച പനാമയ്ക്കെതിരെ 1-0 ജയം കൊണ്ട് തടുത്തപ്പോയി ക്രൊയേഷ്യ നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി. അതേസമയം തുടർച്ചയായ 2ാം തോൽവിയെ പനാമ ലോകകപ്പിൽ നിന്നും പുറത്തായി. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ ക്രൊയേഷ്യ പനാമയ്ക്കെതിരായ ജയത്തോടെ ഗ്രൂപ്പിൽ 3ാമതാണ്. അപ്പം പനാമയെ മറികടന്ന് ക്രൊയേഷ്യ അവരുടെ നോക്കൌട്ട് സ്ഥാനം നിലനിർത്തി അടുത്ത റൗണ്ടിലേക്ക് കടന്നു. അപ്പൊ എന്നാലും ഇപ്പം വേൾഡ് കപ്പ് നല്ല രീതിയിൽ ആവേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ടീമുകളും നല്ല കളി തന്നെയാണ് പുറത്തെടുക്കുന്നത്.
അപ്പൊ എന്താണേലും ആര് കിരീടം ചൂടുമെന്നൊരു ആകാംക്ഷയിലാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ലോകത്ത് എല്ലായിടത്തും ഉള്ള ഫുട്ബോൾ പ്രേമികൾ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇനി മുന്നോട്ടുള്ള കളിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ആരൊക്കെ വിജയിക്കുമെന്നുള്ളതും. അപ്പൊ എന്താണ് നമ്മളിന്ന് അത്യാവശ്യം വാർത്തകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ വീണ്ടും കാണാം.